പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നീണ്ട ചരിത്രത്തിൽ ആ ക്ഷേത്രത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില വേണാട് രാജാക്കന്മാർ ഉണ്ട്. അതിൽ ഒരു രാജാവാണ് ആദിത്യവർമ്മ, മറ്റൊരാൾ ഉദയമാർത്താണ്ഡവർമ്മ, ഇനിയൊരാൾ സംഗ്രാമധീര രവിവർമ്മ. ഈ 3 രാജാക്കന്മാരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അനവധി വസ്തുവകകൾ ദാനം ചെയ്ത രാജാക്കന്മാരാണ്. അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും എല്ലാം അവർ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമർപ്പിച്ചവരെ കൂടി ആണ്. അതിൽ നമുക്ക് ഒരു രാജാവിനെ പറ്റി, സവിശേഷമായ ഒരു പ്രാധാന്യമുള്ള ഒരു രാജാവിനെ പറ്റി പറയേണ്ടതായിട്ടുണ്ട്. അതാണ് സംഗ്രാമധീര രവിവർമ്മ. അദ്ദേഹത്തിൻ്റെ കാലത്ത് വേണാടിൻ്റെ തലസ്ഥാനം കൊല്ലമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിശേഷണം പത്മനാഭ പദ കമല ആരാധകൻ എന്നുള്ളതായിരുന്നു. അദ്ദേഹം കവിയായിരുന്നു, നാടകകൃത്തായിരുന്നു, യുദ്ധവീരനായിരുന്നു. അപ്പോൾ അക്കാലത്ത് പാണ്ഡ്യ രാജധാനിയിൽ ഒരു അന്തഃഛിദ്രം ഉണ്ടായി. അവിടെ വീരപാണ്ഡ്യനും സുന്ദരപാണ്ഡ്യനും തമ്മിലുള്ള ഒരു മത്സരം. ആ മത്സരത്തിൽ ഒരു പ്രത്യേക ഒരു സന്ദർഭത്തിൽ സംഗ്രാമധീരൻ അവിടെ എത്തുകയും അന്നത്തെ ജനങ്ങളുടെയും രാജപുരോഹിതന്മാരുടെയും പിന്തുണയോടെ മധുരയിലെ ഭരണാധികാരിയായി മാറുകയും ചെയ്തു. അത് മധുരയിലെ ഭരണാധികാരിയായി മാറാനായിട്ടൊരു കാരണമുണ്ട്. ഈ സംഗ്രാമധീരൻ്റെ ഭാര്യ പാണ്ഡ്യ രാജാവിൻ്റെ മകളായിരുന്നു. അപ്പോൾ സൺ ഇൻ ലോ എന്ന നിലയിലാണ് ഈ സംഗ്രാമധീര രവിവർമ്മ മധുരയിലെ രാജാവായിട്ട് മാറുന്നത്. അദ്ദേഹം പിന്നീട് മധുരയിലെ വേഗവതി നദീതീരത്ത് വെച്ച് അദ്ദേഹം പാണ്ഡ്യ രാജാവായിട്ട് കൂടിയ അഭിഷേകം നടത്തും. വേണാട് രാജാവ് എന്നുള്ള സ്ഥാനം ഉപേക്ഷിക്കാതെ പാണ്ഡ്യ രാജാവായിട്ട് കൂടി അഭിഷേകം നടത്തി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കാഞ്ചീപുരം കീഴടക്കിയിട്ട് അവിടെ വെച്ച് വീണ്ടും ഒരു അഭിഷേകം നടത്തി. നമുക്കറിയാം, കാഞ്ചീപുരം അന്ന് ചോഴ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു. അങ്ങനെ ചേരൻ, പാണ്ഡ്യൻ, ചോഴൻ ഈ 3 പ്രദേശങ്ങളുടെയും അധിപനായിട്ട് അദ്ദേഹം കുറച്ചു കാലം ഭരണം നടത്തി. എന്നാൽ കാകതീയന്മാരുടെ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിയാതെ അദ്ദേഹം പിൻവാങ്ങുകയും തിരുനെൽവേലി പ്രദേശങ്ങളിൽ ഈ പറയുന്ന വേണാട് രാജവംശത്തിന് കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പെട്ട ഒരു സ്ഥലത്ത് അവിടെ കാശി വിശ്വനാഥ ക്ഷേത്രം ആണ്. അതൊക്കെ അന്ന് വേണാടിൻ്റെ കീഴിലാണ്. അംബാസമുദ്രം അന്ന് വേണാടിൻ്റെ കീഴിലാണ്. അവിടെ ഒരു ചെറിയ ആസ്ഥാനം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം അവിടെ താമസിക്കുകയും പിന്നെ അവിടെ വെച്ച് അന്തരിക്കുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് കാഞ്ചീപുരം കീഴടക്കിയതായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. ആ കാഞ്ചീപുരം കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു കാഞ്ചീപുരം മഠം സ്ഥാപിച്ചു. തീർന്നില്ല, അവിടെ ഒരു കാഞ്ചീപുരം ക്ഷേത്രവും സ്ഥാപിച്ചു. അവിടെ ശ്രീരംഗനാഥൻ്റെ ഒരു പ്രതിഷ്ഠ നടത്തി. ശ്രീരംഗനാഥൻ്റെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനത് കണ്ടിട്ടുണ്ട്. മനോഹരമായ പഞ്ചലോഹ വിഗ്രഹമാണ് ശ്രീരംഗനാഥൻ്റെ വിഗ്രഹം. അതുപോലെ ശ്രീദേവിയുടെയും ഭൂദേവിയുടെയും വിഗ്രഹങ്ങൾ ഇരുവശങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വക ക്ഷേത്രമായിരുന്നു അത്. നിർഭാഗ്യവശാൽ ആ പഞ്ചലോഹ വിഗ്രഹങ്ങളൊക്കെ മോഷണം പോയി. അതിനെ കുറ്റവാളികളെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാഞ്ചീപുരം മഠവും തിരുവനന്തപുരത്തുകാർ പതുക്കെ മറന്നു കഴിഞ്ഞിരിക്കുന്നു.